നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ടോ? നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ? ഇത് ജനറൽ റീഡിംഗ് ആണ്, ജനറസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്കും ഇത് റെസണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിഹാരവും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ച് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയ റിച്വൽസ് നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് തരുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിനായിട്ടും പരിഹാരത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം വന്നിരിക്കുന്ന കാർഡ് 5 ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് കപ്സ്, ദ ഹെയറോഫന്റ്, നൈറ്റ് ഓഫ് കപ്സ്, 3 ഓഫ് സോർഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, 2 ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് വാൻഡ്സ്, 6 ഓഫ് വാൻഡ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ ആദ്യം തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇപ്പോൾ ഒരുപാട് അകന്ന് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇത്രയും കാലവും വിചാരിച്ചിരുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അവർ ഇപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് നിങ്ങൾ ഇത്രയും കാലവും വിചാരിച്ചിരുന്നത്. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ഈ ഒരു രീതിയിലായിരിക്കാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാൻ റീസൺ ഒരു തേർഡ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പേഴ്സണിനെ പൂർണ്ണമായിട്ടും വിട്ടൊഴിഞ്ഞ് വരുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിയുടേത് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ, ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ഉപദേശമാവട്ടെ, നിങ്ങളുടെ വ്യക്തിക്ക് മടുത്തൊരവസ്ഥയാണ്. ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സണിനെ മടുത്തതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു റെസ്റ്റിംഗ് സ്റ്റേജിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞ് എന്തിനെയൊക്കെയോ ചിന്തിക്കുന്നു, എന്തിനൊക്കെയോ കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഒബ്വിയസ്ലി ഇവിടെ നിങ്ങളെക്കുറിച്ചിട്ട് ഇവിടെ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള ബ്രേക്കപ്പ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനും ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ഇടയിൽ കടന്നു വന്നിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു പ്രശ്നവും ഒക്കെ നിങ്ങളുടെ പേഴ്സണെ ശരിക്കും തകർത്തൊരവസ്ഥയാണ്. ആ ഒരു തകർന്ന സിറ്റുവേഷനിൽ നിന്നും നിങ്ങളുടെ വ്യക്തി സ്വന്തമായിട്ട് റിക്കവർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെയൊക്കെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ഇവിടെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ തെറ്റ് അവർ മനസ്സിലാക്കിയതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് റീയൂണിയൻ വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇവിടെ 100% വിശ്വാസത്തിലിരിക്കുകയാണ്. നിങ്ങൾക്ക് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാകുമെന്നും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ പോസിബിൾ ആണ് എന്നുള്ളത് അവർക്ക് ശരിക്കും ഒരു പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഡിവോഴ്സിൻ്റെ സ്റ്റേജിൽ എത്തിയിരിക്കുന്നു എന്നാണെങ്കിൽ നിങ്ങളിവിടെ വിഷമിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തും. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണീരിന് ഒരു ഉത്തരം കിട്ടിയതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വിഷമം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ആ ഒരു വിഷമത്തിൻ്റെ ആഴമൊക്കെ നിങ്ങളുടെ വ്യക്തി ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ ആ വ്യക്തിയുടെ സ്വന്തം സന്തോഷത്തിനായിട്ടല്ല ഇവിടെ ജീവിക്കുന്നത്. ആ ഒരു വ്യക്തി ജീവിതം തന്നെ മടുത്തൊരവസ്ഥയാണ്. ഇത്രയും നാളും ഉണ്ടായിരുന്ന നിങ്ങൾ തമ്മിൽ പിരിയാൻ കാരണക്കാരായിട്ടുള്ള എന്ത് റിലേഷൻഷിപ്പാണോ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്, അതിപ്പോൾ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആവാം, ആ ഒരു റിലേഷൻഷിപ്പിനെ എല്ലാം അവസാനിപ്പിച്ചിട്ട് നിങ്ങളിലേക്ക് മടങ്ങിയെത്താൻ തയ്യാറായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ലിവിങ് ടുഗെദർ അല്ല. ആ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ശരിക്കും അകന്ന് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. തേർഡ് പേഴ്സണെ ശരിക്കും ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ വരുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ടായിരുന്ന ആ ഒരു വഴക്ക്, അത് ചിലപ്പം നിങ്ങൾ പിരിഞ്ഞത് അവസാനം ഒരു വഴക്ക്
നല്ല രീതിയിലൊരു ഫൈറ്റിംഗ് നടത്തിയിട്ടാവാം ആ ഒരു വഴക്കിനെല്ലാം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കും എന്നും ഇവിടെ കാണുന്നുണ്ട്. സ്നേഹമായിട്ട് തന്നെ വന്നിട്ടായിരിക്കും മാപ്പ് ചോദിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം വല്ലതും വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ച് പൈസ വാങ്ങിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി അധ്വാനിച്ച കാശ് തന്നെ നിങ്ങൾക്ക് തിരികെ കൊണ്ട് തരുമെന്ന് തന്നെയാണ്. നിങ്ങളെ ചതിച്ചിട്ടില്ല, നിങ്ങളുടെ പൈസ ചതിച്ച് നിങ്ങളുടെ വ്യക്തി തട്ടിയെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു റീയൂണിയൻ പോസിബിൾ ആണ് എന്നും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് തമ്മിൽ പുതിയൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വിവാഹം ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കല്യാണം കഴിക്കാനിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹം ആരെങ്കിലും മുഖേന മുടങ്ങിപ്പോയിട്ടുണ്ട്. തേർഡ് പേഴ്സൺ ആണ് അത് തേർഡ് പേഴ്സൺ ആരുമാകട്ടെ, ഇപ്പോൾ റിലേഷൻഷിപ്പിലല്ലാത്തവർ പോലും ആവട്ടെ, ആരെങ്കിലും മുഖേന ഒരു തെറ്റിദ്ധാരണ കൊണ്ടിട്ടാണ് നിങ്ങളുടെ വിവാഹം മുടങ്ങിപ്പോയത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു വിവാഹം നടക്കും എന്ന് തന്നെയാണ്. നിങ്ങളെ തെറ്റിദ്ധരിച്ചതിന് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കും എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സൺ കുറച്ച് നാളായിട്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് അപവാദം പറയുക, നിങ്ങളെ തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഉണ്ടാക്കുക. ഇപ്പം നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ശരിക്കും പിരിഞ്ഞിരുന്ന ആ ഒരു അവസ്ഥ പോലും ഈ ഒരു തേർഡ് പേഴ്സൺ യൂട്ടിലൈസ് ചെയ്തതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും പിരിഞ്ഞിരുന്ന സന്ദർഭത്തിൽ പോലും നിങ്ങളെക്കുറിച്ചിട്ട് വളരെ മോശമായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞ് ഒരുപാട് നിങ്ങളുടെ വ്യക്തിയെ വിഷമത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും മറ്റൊരാൾ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങളെ പറ്റിയിട്ട് മോശം ചെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് താങ്ങാൻ സാധിച്ചില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞേക്കുന്നത്. നിങ്ങളെക്കുറിച്ചിട്ട് ഇതൊക്കെ പറയുന്നത് കേട്ട് അവർ ഒരുപക്ഷെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അവർക്കത് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. അവരുടെ തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് അത് വന്ന് സത്യമാണോ എന്ന് പോലും ചോദിച്ചില്ല. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ട് നിങ്ങളെ തെറ്റിദ്ധരിച്ചു, നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചു. അവസാനം നിങ്ങളുടെ മനസ്സിൽ എന്താണ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ച ഒരു വ്യക്തി, ഇതിനൊക്കെ നിങ്ങളുടെ പേഴ്സൺ ആണ് ഉത്തരവാദി എന്നുള്ളൊരു കാര്യം അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ വിചാരിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് വന്ന് തുറന്ന് സംസാരിച്ചിട്ട് ഈ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കാണണമെന്ന്. അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഇടയിൽ വെല്ലുവിളിയായിട്ട് നിന്നിട്ടുള്ള ആരൊക്കെയാണോ അവരെയൊക്കെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ വ്യക്തി ഓരോന്നായിട്ട് ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇവരെ ആ വ്യക്തിയുടെ ലൈഫിൽ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ചില വ്യക്തികളുടെ അടുത്തൊക്കെ നിങ്ങളുടെ പേഴ്സൺ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നു അവർ ഇനി ലൈഫിലേക്ക് കടന്നു വരരുത് എന്ന് തന്നെ. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റീയൂണിയൻ ഉണ്ടാകുമെന്ന്. ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്യുമെന്നും നിങ്ങൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കാരണം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും തകർന്നൊരു അവസ്ഥയാണ്. ശരിക്കും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അവരോടുള്ള വിശ്വാസമാണ് അവർ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു വിശ്വാസം, നിങ്ങൾക്ക് ഇല്ലാണ്ടായ വിശ്വാസം എന്ത് ചെയ്താലാണ് തിരിച്ച് ലഭിക്കുക എന്നുള്ള ഒരു ചിന്തയിൽ ഇരിക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും സമയദോഷമൊക്കെ മാറി വരികയാണ്. നിങ്ങൾക്കിപ്പോൾ ഭാഗ്യം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ മുറിവുകളെല്ലാം ഹീലാവാൻ ടൈമായിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കൊന്നിച്ച് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം യൂണിവേഴ്സ് ഇവിടെ വെച്ച് നീട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ്, മക്കളൊക്കെ ഉണ്ട്, നിങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് കാണണം, ഒന്നിച്ചൊരു ജീവിതം വേണം, മക്കളുമായിട്ട് സന്തോഷമായിട്ടൊരു ജീവിതം വേണം, ലൈഫിൽ പ്രശ്നക്കാരും ഇല്ലാത്ത രീതിയിൽ ആ ഒരു അവസ്ഥയൊക്കെ മാറുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെന്ന പേഴ്സൺ ആവശ്യമില്ലാത്ത കുറേ ബർഡൻ ചുമന്നിട്ടുണ്ട്, മനസ്സിൽ ഒരുപാട് ഭാരം നിങ്ങൾ ചുമന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം ഓർത്ത് അതൊക്കെ മാറാൻ സമയമായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുമാവട്ടെ ആവശ്യമില്ലാത്ത ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെട്ടും ആവശ്യമില്ലാത്ത ആൾക്കാരെ ലൈഫിലേക്ക് ക്ഷണിച്ചും ആവശ്യമില്ലാത്ത ആൾക്കാർ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലൊക്കെ ഇടപെട്ട് ആ ഒരു ഉപദേശമൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ വ്യക്തിയുമാകെ ടയേർഡായിട്ടിരിക്കുകയാണ്. അവർ നിങ്ങളുടെ അടുത്തോട്ട് തന്നെ മടങ്ങിയെത്തും. നിങ്ങൾ തമ്മിലൊരു സെലിബ്രേഷൻ തന്നെ കാണുന്നുണ്ട്. അത് ഒന്നുകിൽ മാരേജ് ആവാം, അല്ലെങ്കിൽ റീയൂണിയൻ്റെ ആകാം.
അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ലൈഫിൽ വരുന്ന അടുത്ത നല്ല ദിവസം ഏതാണോ ആ ഒരു ദിവസം നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാവും. അത് ചിലപ്പം നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആവാം, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആവാം. നിങ്ങൾ ക്ഷമയോടുകൂടി പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ആഗ്രഹിച്ച സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അവരുടെ ഏത് ദുശീലമാണോ നിങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ അവരെ ഫോഴ്സ് ചെയ്തത്, അതൊക്കെ അവർ മാറ്റിയതിന് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പുതിയ വ്യക്തിയായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടിരിക്കുന്നു. യൂണിവേഴ്സ് നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഓർക്കുന്നത്. നിങ്ങളുടെ സ്നേഹം ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റീയൂണിയൻ ഉണ്ടാകും. ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമായിരിക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ തമ്മിൽ റീയൂണിയൻ സംഭവിക്കുമ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഫോൺ കോളോ ഒരു മെസ്സേജോ ലഭിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഒരു സന്തോഷം ഒരു തേർഡ് പേഴ്സൺ ആരും ആകട്ടെ, നിങ്ങളുടെ റിലേറ്റീവ്സ് ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, ആരും ആവട്ടെ, ഒരിക്കലും അത് ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ആ ഒരു സന്തോഷ നിമിഷങ്ങൾ ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ അടുത്ത് ഷെയർ ചെയ്ത് അവർക്ക് ഒരു അസൂയ അല്ലെങ്കിൽ ഒരു കുശുമ്പ് തോന്നുന്ന രീതിയിലുള്ള ചിന്ത കൊടുക്കാതിരിക്കുക. അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കും. മറ്റുള്ളവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കണ്ണ് വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കും. എപ്പോഴും ഇത് ഓർമ്മയിൽ വെക്കുക. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരുടെയെങ്കിലും കണ്ണ് കൊണ്ടിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് മൂലം ഒരു പ്രശ്നം ഉണ്ടായി, തേർഡ് പേഴ്സൺ കാരണം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പേഴ്സണൽ റിച്വൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു പ്രശ്നത്തെ നിങ്ങൾ ഹീൽ ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പെ ഹീൽ ചെയ്ത് നോർമലാക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ആക്ച്വലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. അത് ബ്ലാക്ക് മാജിക് മൂലമാണോ, അതൊരു തേർഡ് പേഴ്സൻ്റെ റീസൺ കൊണ്ടിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് പേഴ്സണൽ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിലൂടെ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു പരിഹാരം ചെയ്ത് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുക എന്നത് വളരെയധികം എളുപ്പമാണ്. നിങ്ങളുടെ പ്രശ്നം എന്തായിക്കോട്ടെ, അത് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം, ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നം, ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ, മണി ബ്ലോക്കേജ്, കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കൃത്യമായ റീഡിംഗ് എടുത്തതിന് ശേഷം പരിഹാരവും നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലുള്ള പരിഹാരമാണ് ഇവിടെ നൽകുന്നത്. നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നത്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ടും പരിഹാരത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.